ഹലോ ഗായ്സ്, ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമ്മൾ അഥവാ കുറേ യൂട്യൂബൊക്കെ അറിയാണ്ട് അൺഇൻസ്റ്റാളായി പോയി എന്ന് വിചാരിച്ചാൽ ചിലപ്പം വിചാരിക്കും അതിനി കയറ്റണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കില്ല. കാരണം അത് ഓൾറെഡി ഇതിലുണ്ട്. ഡിലീറ്റ് ആയാലും ഈ ഒരു സംഭവത്തിൽ ഫോണിലോ ലാപ്ടോപ്പിലോ ആയാലും ഇതിലായാലും അത് ഇതിലുണ്ട്. അത് എങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷേ എനിക്കതൊരു വലിയ പ്രോത്സാഹനമാണ്, എനിക്ക് അല്ല ഏതൊരു യൂട്യൂബർക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മളുടെ ഇത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആപ്പ് ഇൻഫോ നോക്കുക. ഇതാ ഡിസ്എനേബിൾ ആപ്പ് ചെയ്താൽ ഓക്കെ ആയി. അതിനുശേഷം നമ്മൾ ബാക്കോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു യൂട്യൂബിൽ കാണില്ല, ഇൻസ്റ്റാളായിപ്പോയി കാണില്ല. അതെങ്ങനെ തിരിച്ചെടുക്കാം എന്നതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായി സെറ്റിങ്സിൽ നമ്മൾ ആദ്യം പോകണം. സെറ്റിങ്സിൽ പോകുമ്പോൾ കുറേ നോക്കിയതിന് ശേഷം ആപ്സ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഇത് ആപ്പ് എന്നാണ്. ഇതൊരു ആപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുറേ ആപ്പ് കാണാം. അതിൽ സിയോൾ അത് ഇങ്ങനെ പോകുമ്പോൾ യൂട്യൂബ് എന്ന ഒരു ലോഗോ നമുക്ക് കാണാം. ആ യൂട്യൂബ് എന്ന ലോഗോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡിസ്എനേബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ അനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്കോട്ട് പോവുക. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് അവിടെ വരുന്നതാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാ യൂട്യൂബ് സാധാരണ പോലെ വന്നു. ഓക്കെ, റെഡിയാണ്. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.